ഇന്ന് എൻ്റെ യാത്ര കേരളം വിട്ട് അടുത്ത സംസ്ഥാനത്തേക്ക് കയറുകയാണ്. ഇന്ന് രണ്ടാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരി കൂടി മധുര ഒക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് കോവളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി പോകുന്ന വഴിയിൽ ഒരു അമ്മാളുടെ കടയിൽ കുറച്ച് നേരം ഇരുന്നതാണ്. രണ്ട് മാമ്പഴമൊക്കെ തിന്ന് അമ്മാൾ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് തന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. അവിടുന്ന് കന്യാകുമാരി വിവേകാനന്ദ പാറയൊക്കെ എത്തി. വിവേകാനന്ദ പാറയും ത്രിവേണി സംഗമവും, അതായത് എൻ്റെ യാത്ര ഒരു മുനമ്പിൽ നിന്ന് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ത്രിവേണി സംഗമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത് മധുരയിലേക്ക് പോകുന്ന റൂട്ടിൽ വിൻഡ് ഫാമുകളാണ്. ഇവിടെ നമുക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുപോലെ വിൻഡ് ഫാമുകളൊക്കെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ പ്രൈവറ്റ് കമ്പനികളാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് വൈദ്യുതി കൊടുക്കുന്നത്. അങ്ങനത്തെ വിൻഡ് ഫാമുകളൊക്കെ കണ്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ മധുര അമ്പലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് ഒത്തിരി വിൻഡ് ഫാമുകൾ കാണാം. കന്യാകുമാരി വിരുദ്നഗർ 192 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് മൊത്തം 269 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഫാക്ടറികളും മറ്റും കാണാം. നേരത്തെ വിൻഡ് ഫാം കണ്ട പോലെ തന്നെ ഇത് പോകുന്ന റൂട്ടിൽ രാംകോൻ്റെ വലിയൊരു സിമെൻറ്റ് ഫാക്ടറിയാണ്. സത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സിമെൻറ്റ് ഫാക്ടറി. ഇന്ന് വീണ്ടും ഇവിടുന്ന് ശരിക്കും ഇന്ന് വിരുദ്നഗറിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റേ ചെയ്ത് നാളെയാണ് മധുരയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ നാളത്തെ പിക്ചർ കുറച്ച് കയറി വന്നിട്ടുണ്ട്. മധുരയ്ക്ക് പോകുന്ന മധുര മീനാക്ഷി ടെമ്പിളൊക്കെ കാണാൻ പോകുന്ന അതൊക്കെ. അത് കഴിഞ്ഞ് നാളെ തന്നെയാണ് മധുരയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്കും പോകുന്നത്. അപ്പോൾ ഇന്ന് കോവളത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് 77 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് വിരുദ്നഗറിലേക്ക് 192 കിലോമീറ്ററും അങ്ങനെ മൊത്തം 269 കിലോമീറ്ററാണ് ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. യാത്ര അത്ര ക്ഷീണമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വണ്ടിയാണ്, അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റേതായ ഒരു ചെറിയ പ്രയാസം, എന്നാലും കുഴപ്പമില്ല. ഞാൻ 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ വൈഫൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ യാത്ര തുടരുകയാണ്. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ കാണാൻ വേണ്ടി അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അധികം റോഡ് സൈഡിലൊന്നും സ്ഥലം കണ്ടില്ല. പക്ഷേ കണ്ട് ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ എൻ്റെ വണ്ടിയിലാണെങ്കിൽ അത്യാവശ്യം ലഗേജൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗുകളൊക്കെയാണ്. അപ്പോൾ 2 പേര് വളരെ സൂക്ഷ്മമായി എന്നെ ശ്രദ്ധിക്കുകയും വണ്ടി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി, എനിക്ക് പല സംശയങ്ങളും മനസ്സിൽ വന്നു. ഞാൻ വേഗം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അത് എൻ്റെ പിന്നാലെ അവരുണ്ടായിരുന്നു. എന്തോ ഒരു പന്തികേടുണ്ട് ഇതിൽ. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് കുറച്ച് മധുരയുടെ ഉൾഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് അടുത്ത ലക്ഷ്യമായ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ പരിസരങ്ങളൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ രാവിലെ ആയതുകൊണ്ട് തുറക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു ടൗണാണ്.
ഇതാണ് ഇന്നലെ വിരുദ്ധ് നഗർ താമസിച്ച റൂം. കൊള്ളാം, നല്ല റൂമാണ്. ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് കറക്റ്റ് മറന്നുപോയി. അവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, NH സൈഡിൽ തന്നെയാണ്. നല്ല നല്ല റൂമാണ്.